അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് യുകെയിലെ തന്നെ നല്ല ഭംഗിയുള്ള കുറേ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള കേംബ്രിഡ്ജ് എന്ന സിറ്റിയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ദ വേൾഡ് ഫേമസ് യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് ഉള്ളത്. അപ്പം അവിടെ കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസസും കുറേ ഫുഡ് സ്പോട്ട്സൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെയാണ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 6 മണിക്കാണ് ട്രെയിൻ കയറിയത്. വെളുപ്പിന് ട്രെയിൻ കയറി 2 ട്രെയിനൊക്കെ മാറി കയറിയാണ് കേംബ്രിഡ്ജിലെത്തിയത്. അപ്പം നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കേംബ്രിഡ്ജിലോട്ട് പോവാണ്. ട്രെയിനിലാണ് പോകുന്നത്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം. ഇപ്പം സമയം എനിക്ക് തോന്നുന്നു 7:30ആയി. 7 സ്റ്റിൽ ഇപ്പോഴും ഇരുട്ട് തന്നെയാണ് ഇവിടെ. അപ്പം നമുക്ക് കേംബ്രിഡ്ജിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അന്നത്തെ ആ ദിവസത്തെ സൺറൈസ് ഭയങ്കര അടിപൊളി ആൻഡ് മാജിക്കലായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അപ്പം ആ സൺറൈസ് കണ്ടപ്പോൾ തന്നെ എൻ്റെ ക്ഷീണമൊക്കെ മാറിയായിരുന്നു. പിന്നെ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടി വന്നു. എലി എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനിൽ, കേംബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെയാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വേറൊരു ട്രെയിനിൽ മാറി കയറേണ്ടി വന്നു കേംബ്രിഡ്ജിലോട്ട് പോകാനായിട്ട്. അവിടെ ആ സ്റ്റേഷനിലുള്ള വ്യൂവും ആ ട്രെയിനും ആ സൺറൈസും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ വ്യൂ കുറച്ച് നേരം ഞാൻ അത് കണ്ടുകൊണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കേംബ്രിഡ്ജ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷനായിരുന്നു കേംബ്രിഡ്ജ് റെയിൽവേ സ്റ്റേഷൻ. അത് കഴിഞ്ഞ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിറ്റ്സ് ബില്ലീസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലോട്ടാണ് ഞങ്ങൾ ആദ്യം പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡിഷസൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ ഷാക്ഷുക്കയാണ് കഴിച്ചത്. അവിടുത്തെ ഫിറ്റ്സ് ബില്ലീസിൽ ഫേമസ് ആയിട്ടുള്ളത് ചെൽസി ബൺസ് എന്ന് പറഞ്ഞ ഒരു ഡിഷാണ്. റേസിൻസും ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ടുള്ള. ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ കഴിച്ചു നോക്കാം. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കേംബ്രിഡ്ജ് ടൗണിൽ കൂടെ ഒന്ന് നടന്നു. കേംബ്രിഡ്ജ് സിറ്റിയുടെ സ്ട്രക്ചറൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ബിൽഡിങ്സും നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അതിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമ്മളൊരു വേറൊരു കൺട്രിയിൽ എവിടെയോ പോയ പോലെ അങ്ങനെ ഒരു ഫീലായിരുന്നു. യുകെയിൽ തന്നെയാണെങ്കിലും അത് നല്ല രസമായിരുന്നു. ആ ഓൺ ദ വേയിലാണ് ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് കണ്ടത്. ആ ക്ലോക്കിൻ്റെ പേര് കോർപ്പസ് ക്ലോക്ക് അഥവാ ഗ്രാസ് ഹോപ്പർ ക്ലോക്ക് എന്നാണ്. ആ ഗ്രാസ് ഹോപ്പർ ക്ലോക്ക് ക്രൈസ്റ്റ് കോളേജ്, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിലെ ഒരു കോളേജായ ക്രൈസ്റ്റ് കോളേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ക്രൈസ്റ്റ് കോളേജിലേക്ക്, ഈ കോർപ്പസ് ക്ലോക്ക് ഉണ്ടായിരുന്ന ക്രൈസ്റ്റ് കോളേജിലേക്കാണ് ഞങ്ങൾ പോയത്. നല്ല അടിപൊളി ഒരു ഗ്രൗണ്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള ബിൽഡിങ്സും ഒക്കെ ആയിട്ട്, അതിൻ്റെ ഒരു നടുമുറ്റവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അത് ഓപ്പൺ അല്ലായിരുന്നു. പോകുന്നത് പണ്ടിങ്ങിനാണ്. പണ്ടിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബോട്ടിൽ നമ്മളെ കൊണ്ടുപോകും. നല്ല ഭംഗിയാണ് എന്നാണ് ഞങ്ങൾ കണ്ടത്. അപ്പം അതിനാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഇത് നോക്കിയേ, നല്ല രസമില്ലേ വീടുകൾ കാണാൻ. ഒരു പ്രത്യേക വെറൈറ്റി സ്ട്രക്ചറാണ് കേംബ്രിഡ്ജിലെ എല്ലാ സ്ഥലവും കാണാൻ. ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാൻ വീഡിയോയിൽ പറയുന്ന പോലെ നമ്മളടുത്തത് പണ്ടിങ്ങിനാണ് പോയത്. പണ്ടിങ് എന്ന് പറഞ്ഞാൽ കേംബ്രിഡ്ജിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. എല്ലാ ടൂറിസ്റ്റുകളും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് ആണ് കേംബ്രിഡ്ജിലെ ഞാൻ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റി. നല്ല അടിപൊളിയായിരുന്നു. നല്ല ചെറിയ ഒരു ബ്രീസും നല്ല തണുപ്പും ഒക്കെ ആയിട്ട് ആ റിവറിലൂടെ ഇങ്ങനെ നമ്മൾ ആ ബോട്ടിൽ
നമ്മുടെ നാട്ടിൽ ചങ്ങാടത്തിൽ ആൾക്കാർ തുഴയുന്ന പോലെ തുഴഞ്ഞ് ഓരോരോ ബോട്ടുകൾ ഇങ്ങനെ പോകുന്നത് കാണാനും നമ്മളതിലിരിക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസും അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതൊരു 45-50 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ആ ഈ ചങ്ങാടം തുഴയുന്ന ആൾ, ആ ബോട്ട് തുഴയുന്ന ആൾ പല പല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. കേംബ്രിഡ്ജിൻ്റെ പല പല ഹിസ്റ്ററീസ്, ഭയങ്കര ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേംബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി, ആൾക്കാർ, അവിടുത്തെ ഫേമസ് ആൾക്കാർ, പഠിച്ചത്, അവർ പഠിച്ച ബിൽഡിങ്സ് ഏതൊക്കെയാണ്, ഓരോരോ കോളേജുകൾ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഓരോരോ കോളേജുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ആൾ പറഞ്ഞു തന്നായിരുന്നു. So they suddenly started worrying about it, and they quick fixed to cover the back half of the building with these vines here. It's a type of ivy that goes to bright red during autumn, and it's known as the blazing red ivy of St. John's. It's so synonymous with the colours that they coloured their jackets red after. They would wear red sports jackets with the blazing red jackets of St. John's. And that's a bit of a mouthful, so just shortened it to the word blazer, and that's where the word blazer for school jackets comes from. അപ്പം അവിടെ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ബിൽഡിങ് ശരിയായിട്ടല്ല പണിതേക്കുന്നത്. ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങാണ് അന്ന് പണിതത്. അന്നെന്തോ പുവറായിട്ടുള്ള ഭയങ്കര പുവർ ആർക്കിടെക്ചറൽ സ്ട്രക്ചറാണ് അതെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ ആ കാണുന്ന ആ ബ്രിഡ്ജിലൂടെ പോകുന്നത് സ്റ്റുഡൻസാണ്. അത് യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിനും സ്റ്റുഡൻറ്റ് അക്കോമഡേഷനും നടുവിലായിട്ട് പണിത ബ്രിഡ്ജാണ്. അപ്പം അത് രണ്ടും കണക്റ്റഡാണ്. അങ്ങനെ പല പല ബ്രിഡ്ജുകളും പല പല സ്ട്രക്ചേഴ്സും നമ്മൾ ഈ ബോട്ടിങ്ങിലൂടെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു അന്ന്. പിന്നെ ആൾക്ക് ഇപ്പം ചിരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആൾക്ക് ഓക്സ്ഫോർഡിൽ പോയിട്ട് ലാസ്റ്റ് ഇയർ ആൾ ഓക്സ്ഫോർഡിൽ പോയിട്ട് ആൾക്ക് ഓക്സ്ഫോർഡ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഓക്സ്ഫോർഡിൻ്റെ കാര്യങ്ങളും ആ സിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും കേംബ്രിഡ്ജിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾ സംസാരിക്കുന്നത്. ഞങ്ങൾ കൂടാതെ ബാക്കി 4 പേരും കൂടിയാണ് ഞങ്ങളുടെ ബോട്ടിലുണ്ടായിരുന്നത്. അവർ 4 പേരും ഭയങ്കര ഇൻട്രാക്റ്റീവായിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര ഇൻട്രാക്റ്റീവായിട്ട് ആളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വ്യൂ ആയിരുന്നു. ഞാൻ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ആ ബ്രിഡ്ജൊക്കെ കണ്ടില്ലേ, അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ച് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞ് ഈ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി. ഞങ്ങൾ അടുത്തതായിട്ട് പിന്നെ ഒരു അവിടെ തന്നെ കണ്ട കേംബ്രിഡ്ജിൻ്റെ സിറ്റിയിൽ തന്നെ കണ്ട ഒരു എക്സിബിഷനിലേക്കാണ് അടുത്തതായിട്ട് പോയത്. അവിടെ കുറേ ക്രിസ്റ്റൽസ്, പല പല ഓർണമെൻറ്റ്സ്, പല നിറ്റഡ് ആയിട്ടുള്ള ഗാർമെൻറ്റ്സ്, പിന്നെ കാൻഡിൽസ്, അങ്ങനെ അവർ തന്നെ ഉണ്ടാക്കിയ കുറേ സാധനങ്ങളായിട്ടുള്ള ഒരു എക്സിബിഷനായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ലഞ്ചിന് ടൈമായി. ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നിട്ട് ലാസ്റ്റ് അതിൽ കയറി പറ്റി. ഭയങ്കര അടിപൊളി പിസ്സയായിരുന്നു അവിടെ സെർവ് ചെയ്തത്. ശരിക്കും ഇറ്റാലിയൻ പിസ്സ അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഫുഡിന്. അതിനുശേഷം ഞങ്ങൾ കിങ്സ് കോളേജ് കാണാനായിട്ട് ടിക്കറ്റ് എടുത്തു. അതിന് ഏകദേശം എത്രയോ 17 പൗണ്ടാണ് ഒരാൾക്ക് ആയത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കിങ്സ് കോളേജിലാണ്. കേംബ്രിഡ്ജിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോളേജാണ് കിങ്സ് കോളേജ്. നമ്മളത് വിസിറ്റ് ചെയ്യാനാണ്. വിസിറ്റിങ്ങിന് 17 pounds ആണ് ഒരാൾക്ക്. ബട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് നോക്കാം. പോകുമ്പോഴുള്ള ആ ചിരിയും കളിയൊന്നും പിന്നെ അത് കഴിഞ്ഞിട്ടല്ല, അത് പകുതിയൊക്കെ ആയപ്പോൾ, ആ ട്രിപ്പ് പകുതിയൊക്കെ ആയപ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം ആ കിങ്സ് കോളേജ് എന്ന് പറഞ്ഞ് ആകെ കാണിച്ചത് ഒരു ചേർച്ചാണ്. ആ ചേർച്ച് എന്ന് പറഞ്ഞാൽ വേൾഡിലെ 2nd ലാർജസ്റ്റ് ചേർച്ചാണ്, ചാപ്പലാണ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പം അത്രയും ഭീകരമായതും ഭംഗിയുണ്ടായിരുന്നു. ചേർച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്റ്റിൽ അത്രയും
പൈസ കൊടുത്ത് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പം അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ. അതൊന്നും ഞങ്ങൾക്ക് അവിടെ കിട്ടിയില്ല. ജസ്റ്റ് അവിടെ ആ കിങ്സ് കോളേജ് എന്ന് പറഞ്ഞ കേംബ്രിഡ്ജിലെ തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കോളേജാണ് കിങ്സ് കോളേജ്. അപ്പം അവിടുത്തെ വ്യൂസും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞപ്പം അതിൻ്റെ ഒരു വിസിറ്റ് എന്ന് പറഞ്ഞപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ അത്രയും എക്സൈറ്റ്മെൻറ്റിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അവിടെ ജസ്റ്റ് ആ ചാപ്പൽ കാണിച്ചു. അതിൻ്റെ ഉള്ളിൽ ഒരു മ്യൂസിയം പോലെയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ ചാപ്പൽ അതിൻ്റെ ഉള്ളിൽ ഒന്ന് നടന്ന് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ കിങ്സ് കോളേജിൻ്റെ പുറത്തേക്ക് കൂടെയുള്ള ആ ഒരു ഇപ്പം നമ്മൾ ഇപ്പം കാണുന്ന പോലെ ആ ബിൽഡിങ്സ് കണ്ടു. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ സിറ്റിയിലേക്ക് തിരിച്ച് നടന്ന് ഹാരി പോട്ടറിൻ്റെ ഒരു സ്റ്റോറിലോട്ടാണ് പോയത്. ഹാരി പോട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതൽ എനിക്ക്. അപ്പം അതിൻ്റെ കുറേ ബ്രൂം നിംബസ് അറിയായിരിക്കും എല്ലാവർക്കും. ഹാരി പോട്ടർ ഫാൻസിനൊക്കെ അറിയായിരിക്കും. അതും ആ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. ഓരോരോ സിറ്റീസിലും ഈ UK ഓരോരോ സിറ്റീസിൽ പോയാലും പല പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹാരി പോട്ടർ സ്റ്റോഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും യുണീക്കായിട്ട് തോന്നിയിട്ടുള്ള സ്റ്റോർ ഈ കേംബ്രിഡ്ജിൽ ഈ സ്റ്റോറായിരുന്നു. കാരണം പല പല കാര്യങ്ങൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് അവർ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ബട്ടർ ബിയർ അത് ഭയങ്കര അടിപൊളിയായിട്ട് ഷോ കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പല പല മെർച്ചൻഡൈസ് സാധനങ്ങൾ ഹാരി പോട്ടറിൻ്റെ നല്ല ഭംഗിയിൽ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ലാസ്റ്റായിട്ട് കേംബ്രിഡ്ജിൽ കാണാൻ വന്നിരിക്കുന്നത് ഫിറ്റ്സ് വില്യം മ്യൂസിയമാണ്. ഫിറ്റ്സ് വില്യം മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നല്ല അടിപൊളി, കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അത് വന്നത് 4:30 എത്തിയപ്പം 5 o'clock അത് ക്ലോസ് ചെയ്യും. പക്ഷെ നമുക്ക് കുറച്ച് കാണാൻ പറ്റുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിറ്റ്സ് വില്യം മ്യൂസിയത്തിലേക്കാണ് നമ്മൾ കേംബ്രിഡ്ജിൽ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഒരു 4:30 ഞങ്ങൾ അവിടെ എത്തിയപ്പം ആ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയതായിട്ട് അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല രസമുള്ള മ്യൂസിയം ആയിരുന്നു. ഫ്രണ്ടിൽ തന്നെ കടക്കുമ്പോൾ തന്നെ ഭയങ്കര ഗോൾഡിഷൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കവാടങ്ങളും ഒക്കെ ആയിരുന്നു. നമുക്കറിയാം UK പലർക്കും അറിയാം മ്യൂസിയം എന്ന് പറയുന്നത് UK ഒഴിച്ചുകൂടാനാവാത്ത എല്ലാ സിറ്റിയിലുള്ള കാര്യമാണ്. അവിടെ ഫ്രീ ഓഫ് കോസ്റ്റും ആണ്. നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. പൈസ ഒന്നും കൊടുക്കണ്ട, എൻട്രൻസ് ഫീ ഒന്നുമില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന പോലെ. അവിടെ പല പല രാജ്യങ്ങളിലെയും യൂറോപ്യൻ സ്റ്റൈല്, ഈജിപ്ഷ്യൻ സ്റ്റൈൽ, ആഫ്രിക്കൻ സ്റ്റൈല് പല പല കാര്യങ്ങൾ നമ്മൾ കണ്ടു. കുറേ പിക്ചേഴ്സ്, പലരും വരച്ച പിക്ചേഴ്സ്, അങ്ങനെ പണ്ടത്തെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും മ്യൂസിയത്തിൽ കണ്ടായിരുന്നു. ടൈം ഇങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം കഴിയാറായി. അപ്പം എല്ലാം ഒന്ന് ഓടിച്ച് കണ്ടു. അറ്റ് ലാസ്റ്റ് ഞങ്ങളുടെ ട്രെയിന് ടൈം ആയപ്പം ഞങ്ങൾ ഒരു ബസ് എടുത്ത് കേംബ്രിഡ്ജിലെ ആ സിറ്റി ടൂർ പോലെ ഞങ്ങൾ നടത്താമെന്ന് വിചാരിച്ചു. അതായത് ഫ്രണ്ടിൽ തന്നെ കേംബ്രിഡ്ജ് ബസ്സിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളിരുന്ന് ഒന്നാം സിറ്റിയിൽ കൂടെയൊക്കെ ലാസ്റ്റായിട്ട് ഒന്ന് യാത്ര ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ ഒരു കേംബ്രിഡ്ജ് വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.